ആലപ്പുഴയിൽ ഇന്നലെ 7 പേർക്ക് പാമ്പ് കടിയേറ്റു. കായംകുളത്ത് 3ഉം 10ഉം വയസ്സുള്ള 2 കുട്ടികൾ പാമ്പ് കടിയേറ്റ് ചികിത്സയിലാണ്. ആരുടെയും നില ഗുരുതരമല്ലെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു. പാമ്പ് കടിയുടെ ലക്ഷണങ്ങളില്ലാത്തതിനാൽ ആർക്കും ആന്റിവെനം നൽകിയിട്ടില്ല. വിവരങ്ങളുമായി ആലപ്പുഴയിൽ നിന്ന് അശ്വിൻ പാലാഴി ചേരുന്നു. അശ്വിൻ പാലാഴി, പാമ്പ് കടിയുടെ ലക്ഷണം നോക്കിയാണ് ഇത് ഈ ആന്റിവെനം നൽകുന്നത്. ഡ്രൈ ബൈറ്റ് ആണെങ്കിലോ വിഷമില്ലാത്ത പാമ്പുകളുടെ കടിയാണെങ്കിലോ ഈ പാമ്പ് വിഷത്തിനെതിരായിട്ടുള്ള ആന്റിവെനം നൽകാറില്ല. എന്തൊക്കെയാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ അശ്വിൻ? ദിലീപ് കുമാർ, ഇന്നലെ മാത്രം ചികിത്സ തേടിയത്, പാമ്പ് കടിയേറ്റ് ചികിത്സ തേടിയ ഒരു എണ്ണമാണ് 7 എന്ന് പറയുന്നത്. ആലപ്പുഴ ജില്ലയിലെ പല പ്രദേശങ്ങളിലാണ്. അതിൽ ഏറ്റവും കൂടുതലുള്ളത് കായംകുളത്താണ്. കായംകുളത്ത് ഇന്നലെ വൈകുന്നേരം വരെ ചികിത്സ തേടിയത് 5 പേരാണ്. അതിൽ 3 വയസ്സും 10 വയസ്സുമുള്ള 2 കുട്ടികളടക്കമുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇവരടക്കം നിരീക്ഷണത്തിലാണ്. ഇവർ പാമ്പ് കടിച്ചു, അൺനോൺ, അതെന്താണ് കടിച്ചത് എന്ന് അറിയില്ലാതെ ആശുപത്രിയിൽ എത്തിയവരാണ്. പാമ്പാണ് കടിച്ചത് എന്നുള്ള സംശയമാണ് അവർക്കുള്ളത്. എന്തായാലും ഈ കായംകുളത്ത് ചികിത്സ തേടിയ 5 പേരും കായംകുളം താലൂക്ക് ആശുപത്രിയിൽ നിലവിൽ നിരീക്ഷണത്തിൽ തുടരുകയാണ്. ഇതുവരെ പാമ്പ് കടിച്ചതുമായി ബന്ധപ്പെട്ട അതിന്റെ ലക്ഷണങ്ങൾ അവരിൽ കാണാത്തതിനാൽ തന്നെ ആന്റിവെനം അടക്കമുള്ള ചികിത്സാ രീതികൾ അവലംബിക്കാനായിട്ടില്ല. അത് നിരീക്ഷണത്തിൽ തുടരുകയാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഏറ്റവും ഒടുവിൽ വരുന്ന വിവരമനുസരിച്ച് അരിപ്പാട് പള്ളിപ്പാട്ട് ഇന്ന് ഒരു അധ്യാപികയെ കൂടി പാമ്പ് കടിച്ചു എന്നുള്ളതാണ് ആലപ്പുഴയിൽ നിന്ന് ഈ കണക്കുകളോടൊപ്പം ചേർത്ത് വെക്കാനുള്ളത്. ദേവമംഗലത്ത് വീട്ടിൽ സിന്ധു എന്ന അധ്യാപികയ്ക്കാണ് വീട്ടിലെ ഗേറ്റ് അടയ്ക്കാൻ പോയ സമയത്ത് ഇന്നലെ രാത്രിയോടുകൂടി പാമ്പ് കടിയേറ്റത്. ഇതുകൂടി ഈ ആകെയുള്ള 7 എന്ന കണക്കിനൊപ്പം വരുമ്പോൾ ആലപ്പുഴ ജില്ലയിൽ ഇന്നലെ പാമ്പ് കടിയേറ്റ് ചികിത്സ തേടിയവരുടെ എണ്ണം ആകെ 8 എന്നായി ഉയരുകയാണ്. ദിലീപ് കുമാർ, ആലപ്പുഴയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത് അശ്വിൻ പാലാഴി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.